ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 5 ശ്ലോകം 2. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഈ വിരാട് പുരുഷ വർണ്ണന അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രപഞ്ചോൽപ്പത്തി എന്ന് വിവരിക്കുന്നതായ ഈ ദശകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാനിലേക്ക് സകലതും മായയും പ്രകൃതിയും കാലവും കർമ്മവും ഗുണവും എല്ലാം ലയിച്ചു ചേർന്നു. ഒന്നും ഇവിടെ ഈ വിശ്വത്തിൽ മറ്റൊന്നും അവശേഷിക്കാതെ ഭഗവാന്റെ ആ പരമാനന്ദപ്രദമായിട്ടുള്ള പ്രകാശം മാത്രം നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞു. അത് എത്ര കാലം, എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തദാ നിർലീനതാം ആയയു തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. ഒന്നും അങ്ങനെ ഇല്ലാതാവുകയല്ല, നശിക്കുകയല്ല ചെയ്യുന്നത്, ഭഗവാനിൽ ലയിക്കുക മാത്രമാണ് എന്നാണ് പറയുന്നത്. അർത്ഥം നോക്കാം. കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ. കാലമാകട്ടെ, സർവശക്തമായിട്ടുള്ള കാലം പിന്നെ ഇല്ല. കർമ്മങ്ങൾ, ഗുണങ്ങൾ, സകല ജീവജാലങ്ങളും ആ സൂക്ഷ്മ ശരീരത്തിൽ, കൂടാതെ ഈ വിശ്വം ച കാര്യം വിഭോ, മായയുടെ പ്രവൃത്തികൾ നടക്കുന്ന ഈ വിശ്വവും മുഴുവനായിട്ടും അല്ലയോ വിഭോ, സർവശക്തനായിട്ടുള്ള ഭഗവാനെ ചില്ലീലാരതിം, അങ്ങയുടെ ചിത്ലീലയിൽ ആനന്ദിച്ചുകൊണ്ട്, അതായത് അങ്ങയുടെ പുരികക്കൊടിയുടെ ചലനം, അതുകൊണ്ട് മാത്രമാണ് എത്ര വലിയ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. ഒരു സമുദ്രം വറ്റിക്കണോ അല്ലെങ്കിൽ മരുഭൂമി ഫലഭൂയിഷ്ടാക്കണോ ഒരു പുരിക ചലനം മാത്രമേ വേണ്ടൂ. ഭഗവാനിൽ നിന്ന് എത്രയോ പ്രപഞ്ചങ്ങളും അത്രയ്ക്കും തന്നെ ബ്രഹ്മാവും ഒക്കെ ഇങ്ങനെ കടലിലെ തിരമാല പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ചില്ലീലാരതിം, അങ്ങയുടെ ആ ചിത്ലീലയിൽ, അങ്ങയുടെ ആ ലീലയിലെ ആനന്ദത്തിൽ ലയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സകലതും ഭഗവാനിൽ പ്രാപിച്ചിരുന്നു. ത്വയി ഏയുഷി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ തന്നെ പ്രാപിച്ചു അല്ലെങ്കിൽ ചേർന്ന് ലയിച്ചിരിക്കുകയായിരുന്നു. നിർലീനതാം ആയയു, പൂർണ്ണമായിട്ടും ഭഗവാനിൽ ലയിച്ചു എന്ന ആ അവസ്ഥയെ പ്രാപിച്ചിരുന്നു. എന്തൊക്കെ? കാലം, കർമ്മം, ഗുണങ്ങൾ, സകല ജീവനിവഹങ്ങൾ, ഈ വിശ്വം മുഴുവനും ഒക്കെ. ഐ ഭോ, അല്ലയോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ, ന ഏവ വദന്തി അസത്വമയി, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊന്നും നശിച്ചു പോവുകയല്ല, അസത്വം ആയിട്ട് പോവല്ല, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഇല്ലാതായിട്ടില്ല, അതൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. വീണ്ടും ഉണരാനുള്ള സമയത്തിനെ കാത്തുകൊണ്ട് വളരെ ആനന്ദമായിട്ട് ഭഗവാനിൽ സകല വിശ്വവും ലയിച്ചിരിക്കുകയാണ്. ശക്തി ആത്മനാ തിഷ്ഠതാം, പ്രളയത്തിൻ്റെ മുൻപ് ഏറ്റവും ശക്തിയോടെ പ്രവർത്തിച്ച് നിലനിന്ന് വന്നവയായിരുന്ന ആ ഓരോ കാര്യങ്ങളും, കാലവും കർമ്മവും ഗുണവും ഒക്കെ ഭഗവാനിൽ അങ്ങനെ ലയിച്ചു. നോ ചേത്, അങ്ങനെ അല്ല എങ്കിൽ, ഗഗനപ്രസൂന സദൃശാം, ഗഗനപ്രസൂനം ആകാശകുസുമം, ഇല്ലാത്തൊരു വസ്തു, ഇല്ലാത്തൊരു കാര്യം പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? അതുകൊണ്ട് അത് ആകാശകുസുമം പോലെ അല്ല, ഗഗനപ്രസൂന സദൃശാം അല്ല. ഭൂയോ ഭവേത് സംഭവ, അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് പിന്നെ സൃഷ്ടി ഉണ്ടാവുക? അതുകൊണ്ട് ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതിന് തെളിവായിട്ട് കഴിഞ്ഞ ദിവസം വേദങ്ങളും ഉപനിഷത്തുക്കളും ഭാഗവതവും ഒക്കെ പറഞ്ഞു. എങ്ങനെയാണ് ലയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അസത്വം ആയിട്ടല്ല, സത്വമായിട്ട് തന്നെ അവ നിലനിൽക്കുന്നു. കടുത്ത വേനലായി പുല്ലുകളും ചെറിയ ചെറിയ ചെടികളും ഒന്നും പിന്നെ കാണാൻ ഉണ്ടാവില്ല. അതൊക്കെ നശിച്ചു പോണില്ല, അതൊക്കെ മണ്ണിൽ കിടന്ന്
ലയിക്കുകയാണ്. അനുകൂല സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ പുതുമഴ പെയ്യുമ്പോൾ അതൊക്കെ ആ സമാധി എന്നുള്ള അവസ്ഥ വിട്ട് ഉണരും. വീണ്ടും ഭൂമിയെ പച്ച പിടിപ്പിച്ചുകൊണ്ട് ഒരു പ്രകൃതി അങ്ങനെ മനോഹരിയായിട്ട് ഉണർന്നെണീക്കും. അതുപോലെ മാത്രമേ ഉള്ളൂ സകല ജീവാംശങ്ങളും കർമ്മങ്ങളും ഗുണങ്ങളും ഭഗവാനിൽ യോഗനിദ്ര ചെയ്യുന്ന ആ ഭഗവാനിൽ ലയിച്ച് കിടക്കുകയാണ്, നിർലീനമായിരിക്കുകയാണ്. അതാണ് ഒരിക്കലും അസത്വം അല്ല എന്ന് പറയുന്നത്. അതിശക്തമാണ് കാലം. ത്രിഗുണങ്ങൾ 84 ലക്ഷം തരം ജീവജാലങ്ങൾ, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഉൾപ്പെടെ ഉള്ളതാണ് പ്രകൃതി, മായ, അങ്ങനെ സകലതും. ഒരു സ്വയം ആയിട്ടുള്ള ഒരു ശക്തിയും ഇല്ലാതെ ഭഗവാനിൽ അവ ആനന്ദത്തോടു കൂടി സ്ഥിതി ചെയ്യുകയായിരുന്നു. അങ്ങനെ അത് സത്യം മാത്രമാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നോ ചേത് ആകാശകുസുമം എന്ന പോലെ ആവില്ലേ. ആകാശകുസുമമൊക്കെ സാധാരണ പറയണതാണ്. തീരെ ഇല്ലാത്ത വസ്തുക്കൾക്ക് എന്തൊരു ഭംഗിയാന്നൊക്കെ പറയണത് പോലെ ഗന്ധർവ നഗരം, മുയലിൻ്റെ കൊമ്പ് എന്നൊക്കെ പറയും. അതൊക്കെ ഇല്ലാത്ത വസ്തുക്കളാണ്. അങ്ങനെ ആവില്ലേ? ഇതങ്ങനെയല്ല, ഉള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കിം ഭൂയോ ഭവേത്, വീണ്ടും സൃഷ്ടി ഉണ്ടാവുക. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒന്നും കൂടി ശ്ലോകം നോക്കാം. കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം ഏയുഷി ത്വയി തദാ നിർലീനതാം ആയയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ. വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള സകലതും പ്രളയകാലത്ത് ഭഗവാനിൽ ലയിക്കും, പിന്നെ ഉണർന്നെണീക്കും എന്നൊരു സൂചന കൂടി പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം അവസാനിക്കുന്നത്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. അങ്ങനെ 1-2 ശ്ലോകങ്ങളിലെ പ്രളയാവസ്ഥയും അതുപോലെ തന്നെ സകലതും ഭഗവത് ശക്തിയിൽ ലീനമായി എന്നുമൊക്കെ പറഞ്ഞു. അങ്ങനെ എത്ര കാലം യോഗനിദ്ര ചെയ്യുന്നുണ്ട്, പിന്നെ സൃഷ്ടിയുടെ ആരംഭമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം ച ദ്യുപരാർദ്ധകാലവിഗതൗ ഈക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനി ഭാവായ മായാ സ്വയം മായാത ഖലു കാലശക്തിരഖില ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാം. എന്താണ് അർത്ഥം? ഏവം, ഇപ്രകാരം 1-2 ശ്ലോകങ്ങളിൽ വിവരിച്ചുല്ലോ ആ യോഗനിദ്ര. അതുപോലെ ദ്യുപരാർദ്ധകാലം വിഗതൗച്ച, ബ്രഹ്മാവിൻ്റെ 2 പരാർദ്ധകാലം കടന്നുപോയപ്പോൾ സിസൃക്ഷാത്മിക, ഭഗവാൻ സൃഷ്ടി ചെയ്യണം എന്നുള്ള ആ ഇച്ഛയോടെ ഈക്ഷാം ബിഭ്രാണേ, അവിടെ നിന്ന് നോക്കി, ആ കടാക്ഷത്തെ കൊണ്ട് നോക്കി എന്നർത്ഥം. ആരെ? മായയെ, തന്നിൽ ലയിച്ചു കിടക്കുന്ന ആ മായാശക്തിയെ ഭഗവാൻ ഒന്ന് നോക്കി. ത്രിഭുവനീ ഭാവായ മായ സ്വയം ചുക്ഷുഭേ, അങ്ങനെ ത്രിഭുവനങ്ങളും അല്ലെങ്കിൽ 14 ലോകങ്ങളും ആയിത്തീരാനായിട്ട്, ഭാവായ ആവാനായിട്ട് ആ മായ സ്വയം ഒന്ന് ചുക്ഷുഭേ എന്ന് പറഞ്ഞാൽ ക്ഷോഭിച്ചു. അതുവരെ അങ്ങനെ സന്തുലിതാവസ്ഥയിൽ ഇരിക്കുകയായിരുന്ന ത്രിഗുണങ്ങൾ ഒന്ന് വികാരത്തിന് അടിമപ്പെട്ടു, അല്ലെങ്കിൽ ഇളകി. ഭഗവാന്റെ ആഗ്രഹം അറിഞ്ഞ മായ സ്വയം ഇളകി, ആ സന്തുലിതാവസ്ഥയിൽ നിന്നും പുറത്തു വന്നു. പ്രകൃതി മായാത ഖലു, മായാത ഖലു എന്ന് പറഞ്ഞാൽ ആ മായയിൽ നിന്ന് തന്നെ കാലശക്തിരഖില, സകല കാലശക്തികളും, കാണാതിരുന്നതും കണ്ടതും ആയിട്ടുള്ള എല്ലാ ശക്തികളും അദൃഷ്ടം സ്വഭാവോപിച്ച, കാണാതെ ഇരുന്നിട്ടുള്ളതാണ് അതെല്ലാം,
അതെല്ലാം അവയവയുടെ സ്വഭാവത്തോടു കൂടി തന്നെ സുകൃതം ചെയ്ത ജീവാത്മാവും ദുഷ്കൃതം ചെയ്തിട്ടുള്ള ജീവാത്മാക്കളും ഒന്നും ചെയ്യാതിരുന്ന വൃക്ഷങ്ങൾ പോലെയുള്ള അവയും പിന്നെ തിര്യക്ക് വർഗങ്ങളും അങ്ങനെ എല്ലാതും അവയവയുടെ സ്വഭാവത്തോടു കൂടി പ്രാദുർഭൂയ വീണ്ടും ഇതാ തെളിഞ്ഞു വരികയാണ്. ഗുണാൻ വികാസ്യ അതിനു വേണ്ടിയിട്ട് 3 ഗുണങ്ങളും വികസിച്ചു വന്നു. സത്വഗുണം, രജഗുണം, തമോ ഗുണം 3 ഓരോരുത്തർക്കും കർമ്മഫലത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതുപോലെ ഈ പ്രകൃതി നൽകി. തസ്യ പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ തന്നെ, ആ മായയ്ക്ക് സഹായക്രിയ സഹായശക്തിയായിട്ട് കാലം അങ്ങനെ നിൽക്കുകയും ചെയ്തു. ഭഗവാൻ ഇച്ഛിച്ച ഉടനെ തന്നെ മായ ക്ഷോഭിച്ചു. ത്രിഗുണങ്ങളുടെ ആ സമാവസ്ഥയൊക്കെ മാറി ത്രിഭുവനങ്ങൾ അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. 14 ലോകം, ഭൂമി ഒരു ലോകം, ഭൂമിയുടെ മുകളിലുള്ളത് ഒരു ലോകം, ഭൂമിയുടെ താഴെയുള്ളത് ഒരു ലോകം, അങ്ങനെയാണ് ത്രിഭുവനം. അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ 6, ഭൂമിക്ക് താഴെ 7, അങ്ങനെ 14 ലോകം, രണ്ടും ഒന്ന് തന്നെയാണ്. സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങൾ ഓരോ ജീവനിലും പൂർവജന്മാന്തര കർമ്മങ്ങൾക്കനുസരിച്ച് പ്രകൃതി നൽകും. അവർക്ക് അതനുസരിച്ചുള്ള ജനിക്കേണ്ട സ്ഥലവും അച്ഛനമ്മമാരെയും ഒക്കെ നിശ്ചയിക്കും. അങ്ങനെയുള്ളതിന് കാലത്തിൻ്റെ ശക്തിയും അവരെ പ്രകൃതിയെ സഹായിച്ചു. അങ്ങനെ സൃഷ്ടി ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ സംജാതമായി എന്നാണ് 3-ാമത്തെ ശ്ലോകം. ഏവം ച ദ്യുപരാർദ്ധകാലവിഗതൗ ഈക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖില ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധൂ തസ്യ സഹായക്രിയാം. ഇവിടെ ഒരു സംശയം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പരാർത്ഥം എന്താണ്? പരാർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആയുസ് 100 ദിവ്യവർഷമാണ്, അല്ലെങ്കിൽ 100 ദേവവർഷമാണ്. അതിൻ്റെ പകുതി 50 വർഷത്തിനെയാണ് ഒരു പരാർത്ഥം എന്ന് പറയാം. അപ്പം ഒന്നും കൂടി പറയുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ 1 വർഷമാണ് ദേവന്മാർക്ക് 1 ദിവസം. അതുകൊണ്ടാണ് ശ്രാദ്ധം, ബലിയൊക്കെ വർഷത്തിലൊരിക്കൽ ചെയ്താലും അവർക്ക് തൃപ്തിയാവും എന്ന് പറയുന്നത്. മനുഷ്യന്മാരുടെ 360 വർഷമാണ്, ദേവന്മാർക്ക് 1 വർഷം. അതുപോലെ തന്നെ കാലത്തിൻ്റെ ഈ 4 ചതുർയുഗങ്ങളുണ്ടല്ലോ, അതിങ്ങനെ ഏറ്റവും ആദ്യത്തു നിന്ന് താഴോട്ട് വരുന്തോറും കാലദൈർഘ്യം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുക. അപ്പോൾ ദേവവർഷം എന്ന് പറഞ്ഞാൽ ഒരു ദേവവർഷം 360 മനുഷ്യവർഷമാണ്. അങ്ങനത്തെ 4800 ദേവവർഷമാണ് ഒരു സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. പിന്നെ അതിനേക്കാളും 1200 കുറഞ്ഞ് 3600 വർഷമാണ് ഒരു ത്രേതായുഗം. വീണ്ടും 1200 വർഷം കുറഞ്ഞ് 2400 ദേവവർഷമാണ് ഒരു ദ്വാപരയുഗം. വീണ്ടും 1200 ദേവവർഷങ്ങളാണ് നമ്മളൊക്കെ ജീവിക്കുന്ന കലിയുഗം. അങ്ങനെ ഒക്കെ കൂടി കൂട്ടുമ്പോൾ 12000 ദേവവർഷം കിട്ടും. അതിനെയാണ് ഒരു ചതുർയുഗം. 4 യുഗങ്ങളും ഒരു പ്രാവശ്യം വരുന്നു. അതാണ് ബ്രഹ്മാവിൻ്റെ 1 ദിവസം. അങ്ങനെ 1 വർഷമാകുന്നു, 100 വർഷമാകുന്നു. അതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. ബ്രഹ്മാവിന് 100 വർഷം പ്രായമാകുമ്പോൾ ഉടനെ പ്രളയമാണ്, ബ്രഹ്മാവ് മാറും. പിന്നെ വേറെയാണ് പ്രകൃതി. ആദ്യം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനി സൃഷ്ടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒന്നും നശിക്കാതെ അപ്പോഴും എപ്പോഴും ഭഗവാനിൽ ഇരിക്കുകയാണ്. സയൻസും പറയൂലോ എനർജി നശിക്കില്ല എന്നുള്ള കാര്യം. ഭഗവാന്റെ ആ അനന്തത എത്രമാത്രമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കാലഗണന ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നിവിടെ നിർത്താം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.